ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് വേദയുടെ അടുത്ത് പറയാണ്, മുത്തച്ഛന് വിൽപ്പത്ര പ്രകാരം എല്ലാം നിൻ്റെ പേരിലാണ് എഴുതി വെച്ചത്. നിൻ്റെ കാലശേഷം നിനക്കുണ്ടാവുന്ന കുഞ്ഞ്, അതായത് എവിടുന്നോ വന്ന് താലി കെട്ടിയ ഈ തെണ്ടിയുടെ കുടുംബത്തിലേക്കാണ് എല്ലാ സ്വത്തും പോകുന്നത്. അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ വേദയുടെ അടുത്ത് പറയാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയാണ്, ഒരു രാത്രി ഭാര്യയും ഭർത്താവും കൂടെ ഒളിച്ചോടി പോന്നതല്ലേ, കൂടെ കൂട്ടിയവനെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊലപ്പെടുത്തി ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയ്ക്ക് സ്കോപ്പ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സേതുവിൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നൊരു സീനാണ്. ഫ്രണ്ട് ഇങ്ങനെ പറയാണ്, എടാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അത് പോട്ടെ, നീ ഇനി എന്നാ ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ സേതു പറയാണ്, നീ ആദ്യം ക്ലൗഡ് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്ക്, നമുക്ക് ഈ മലയോര മേഖലകളൊക്കെ ഒന്ന് പിടിക്കാം. ഇനി ഞാൻ നേരെ പോകുന്നത് കണ്ണീർമലയിലേക്കാണ്. അവിടെ എന്താ, അവിടെ എൻ്റെ ഫ്രണ്ടും വൈഫും പോയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോവാണ്. അന്നേരം ഫ്രണ്ട് പറയും, അവിടേക്ക് അങ്ങനെ ട്രക്കിങ്ങിനൊന്നും ആരും പോവാറില്ല. ഒരു ദിവസം ഒരു പെൺകുട്ടി ട്രക്കിങ്ങിന് പോയിട്ട് വഴി തെറ്റി കാട്ടിൽ കുടുങ്ങി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ടുപിടിച്ചത്. അയ്യോ, അത് പണിയാവുമല്ലോ, കുടുങ്ങുമോ എന്ന് സേതു ചോദിക്കുമ്പോൾ പറയും, ഏയ് നിനക്ക് വഴി അറിയില്ലേ? എനിക്ക് വഴി അറിയാം, ഒരിക്കൽ പോയിട്ടുള്ളതാ. ആ വഴിയൊക്കെ ഇപ്പം അടച്ചിരിക്കുക. ഇവിടെ നിന്ന് നേരെ പോയാൽ മുള്ളാണിപ്പാലം എന്നൊരു ജംഗ്ഷനുണ്ട്, അതുവഴി പോയാൽ നേരെ കണ്ണീർമലയുടെ പുറകുവശത്തേക്ക് എത്താം എന്ന് ഫ്രണ്ട് പറയാണ്. ആ വഴി പോകുന്നതാണ് കുറച്ചുകൂടി എളുപ്പം, അതാ നിനക്ക് നല്ലത്. ആൾസഞ്ചാരം ഇല്ലാത്ത വഴിയാണെങ്കിലും പക്ഷെ ജീപ്പ് പോവും. അത് കുഴപ്പമില്ല, പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് യാത്ര പറഞ്ഞിട്ട് സേതു പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ഗുണ്ടകളും എല്ലാം കൂടെ ചേർന്നിട്ട് അനിയൻകുട്ടനെയും വിക്രമിനെയും ഇട്ടിട്ട് തുരുതുരാ തല്ലാണ്. അത് കണ്ടിട്ടാണെങ്കിലോ വേദയ്ക്ക് തീരെ സഹിക്കുന്നില്ല. വേദ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല ഉറക്കെ കരയാണ്. അപ്പോഴേക്കും ഒരു വശത്ത് സേതു മല കയറി അവിടേക്ക് വരുന്നതും കാണുന്നുണ്ട് കേട്ടോ. ചന്ദ്രശേഖരൻ വേദയുടെ അടുത്ത് പറയാണ്, ഒരു ഓപ്ഷൻ വെച്ചതല്ലേ മോളെ, അപ്പോഴും നിനക്ക് വാശി, നിനക്കിപ്പം ഇവനാണല്ലോ എല്ലാം, അതുകൊണ്ട് അവന് വേദനിച്ചാൽ നീ ഒപ്പിടുമെന്ന് അറിയണമല്ലോ എന്ന് ചന്ദ്രശേഖരൻ പറയുമ്പോൾ ശ്രീകാന്ത് വിക്രമിനെ ഇട്ട് മുതുകത്ത് നന്നായിട്ട് അടിക്കുകയാണ്. ശ്രീകാന്ത് വിക്രമിൻ്റെ വായ പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, പറയടാ ഒപ്പിടാൻ എന്ന് പറയുമ്പോൾ വിക്രം പറയും, വേദ ഇവിടെ കിടന്ന് ചാവണ്ടി വന്നാലും നീ ഒരു കാരണവശാലും ഒപ്പിടരുത്. വേദ വീണ്ടും ഇങ്ങനെ പറയാണ്, നിർത്താനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ്. ആ സമയം സേതു ഇങ്ങനെ മല കയറി വരുമ്പം സേതുവിന് വഴി തെറ്റിയെന്ന് തോന്നുകയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ട് സേതു ഇങ്ങനെ ഈ വഴി തന്നെയല്ലേ ഇപ്പം അവൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴായിരിക്കും മലയുടെ അപ്പുറത്തെ സൈഡിൽ വിക്രമിനെയും വേദേനെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അടിക്കുന്ന കാഴ്ച സേതു കാണുന്നത്. അന്നേരം സേതു വേഗം ജീപ്പ് എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് സ്പീഡിൽ പോവുകയാണ് കേട്ടോ. വീണ്ടും വേദ അവരുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, നിർത്താനല്ലേ പറഞ്ഞത്, നിർത്താനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ കുറേ അടിക്കുമ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ പറയും, മതിയടാ നിർത്തടാ എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയും, നീയേ ഉടുമ്പിൻ്റെ ജന്മ, അതുകൊണ്ട് എത്ര നിനക്ക് കിട്ടിയാലും വേദനിക്കില്ല. എന്നിട്ട് അനിയൻകുട്ടൻ്റെ നേരെ വടിയും കൊണ്ട് വന്നിട്ട് ചന്ദ്രശേഖരൻ പറയും, നിനക്ക് നിൻ്റെ കൂടെയുള്ള ഈ പാവം കുഞ്ഞനുണ്ടല്ലോ, ഇവനെ അങ്ങ് അവസാനിപ്പിച്ചാൽ നിനക്ക് സഹിക്കൂല അല്ലടാ എന്ന് വിക്രമിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. അന്നേരം വിക്രമിന് ദേഷ്യം പിടിച്ചിട്ട് വിക്രം ചന്ദ്രശേഖര വേണ്ടാന്ന് വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്രശേഖരൻ ചിരിച്ചിട്ട് പറയും, എന്നാൽ നിൻ്റെ ഭാര്യയോട് ഒപ്പിടാൻ പറ. ശ്രീകാന്ത് ആണെങ്കിലോ പേപ്പറും മുന്നിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വേദയുടെ അടുത്ത് പറയും, ഒപ്പിട് വേദ എന്ന് പറയുമ്പം വിക്രം പറയും, വേദ ഒപ്പിട്ട് കൊടുക്കരുത്, ഒരു കാരണവശാലും ഒപ്പിട്ട് കൊടുക്കരുത്. അത് കേൾക്കുമ്പോൾ അനിയൻകുട്ടനെ വീണ്ടും അടിക്കുകയാണ് കേട്ടോ. ആ സമയം വേദയ്ക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല. അപ്പോൾ വേദ പറയും, തരാം, ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് വേദ പിന്നെ ഒപ്പിടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയം ചന്ദ്രശേഖരൻ പറയും, എന്നാൽ പിന്നെ ശരിക്കുള്ള ഒപ്പന്നെ ആയിക്കോട്ടെ, അയക്കടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ കെട്ടൊക്കെ അയച്ചു വിടുകയാണേ. ആ കെട്ടഴിക്കുന്ന സമയത്തും വിക്രം പറയും, വേദ ഒപ്പിട്ട് കൊടുക്കരുത്. അപ്പോൾ വേദ പറയാണ്, വേണ്ട വിക്രം, എനിക്കിത് കണ്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ അവർ വേദയെ ബലമായിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കുകയാണ്. അങ്ങനെ ഡോറ് തുറക്കുന്ന സമയം നമ്മുടെ സേതു അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. സേതു ആണെങ്കിൽ ജീപ്പിൽ നിന്ന് ഒരു ആയുധമൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ആ ആയുധം ഗുണ്ടകളുടെ നേരെ എറിയാണ് സേതു. വന്നിട്ട് എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിരത്താണ്.
ആ സമയത്ത് വേഗം പോയിട്ട് വിക്രമിൻ്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേറൊരു കാറിൽ കുറച്ച് ഗുണ്ടകൾ വീണ്ടും വരികയാണ്. ആ സമയം പിന്നെ വിക്രവും സേതുവും കൂടെയാണ് കേട്ടോ പിന്നെ എല്ലാ ഗുണ്ടകളെയും കൂടെ അടിച്ച് നിരത്തി ഷേപ്പാക്കുന്നത്. അവരടിച്ച് നിരത്തുന്നതിൻ്റെ ഇടയിൽ വേദയും വിക്രമിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ വാളൊക്കെ വീശുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. ആ സമയത്ത് ജോബി പേടിച്ചിട്ട് ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ചന്ദ്രശേഖരൻ്റെ കൈ രണ്ടും ബാക്കോട്ട് പിടിച്ച് കെട്ടിയിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഈ നിമിഷം വേണമെങ്കിൽ നിന്നെ തീർക്കാം, പക്ഷേ നിൻ്റെ എല്ലാ കുറ്റവും ആളുകൾ അറിഞ്ഞ് നീ നിൻ്റെ മരുമകനെയും പരമാവധി ശിക്ഷ വാങ്ങി തന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അനിയൻകുട്ട പോലീസിനെ വിളിക്കടാ എന്ന് അനിയൻകുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറയാണ് കേട്ടോ വിക്രം. പുളിക്കനെ കൊന്നതിന് നീയാ സാക്ഷി എന്ന് പറയടാ എന്ന് പറയുന്ന സമയത്ത് ഈ ചന്ദ്രശേഖരൻ വിക്രമിനെ പ്രതീക്ഷിക്കാതെ ഒരു ഉന്ത് കൊടുക്കുകയാണേ. അവരുടെ അടിപിടിയൊക്കെ മലയുടെ മുകളിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ തള്ളിയിട്ടപ്പം വിക്രം നേരെ മലയുടെ താഴേക്ക് വീഴാൻ പോവുകയാണ്. ഒരു കൊക്കയിലേക്ക് മറയാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അനിയൻകുട്ടനും വേദയും ആണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് ആകെ പേടിച്ചിട്ട് വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് അനിയൻകുട്ടൻ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. അന്നേരം ചന്ദ്രശേഖരൻ ഓടി വന്നിട്ട് പാറപ്പുറത്ത് ഒരു ചന്ദ്രശേഖരൻ്റെ തോക്ക് വീണ് കിടപ്പുണ്ടാവും. ആ തോക്ക് വേഗം എടുത്തിട്ട് അനിയൻകുട്ടൻ്റെ നേരെ വെടി വെക്കുകയാണ് കേട്ടോ. വിക്രാണെങ്കിലും ആ കാഴ്ച കണ്ടപ്പോൾ അനിയൻകുട്ടാന്നും പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ്. സേതുവും ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അനിയൻകുട്ടൻ നിലത്തോട്ട് വീഴാണ് കേട്ടോ. വേദയ്ക്കാണെങ്കിലോ ആ കാഴ്ച കണ്ട സമയം തന്നെ വേദ ആകെ ബോധം കെട്ട് വീഴാണ് കേട്ടോ. വേദ ബോധം കെട്ട് വീഴുന്ന കാഴ്ച കണ്ടിട്ട് വിക്രം വേഗം ആ പാറപ്പുറത്ത് എങ്ങനെയൊക്കെയോ കയറി പറ്റുന്നുണ്ട്. എന്നിട്ട് വേദാന്ന് വിളിച്ചിട്ട് ഓടി വരുന്നത് ചന്ദ്രശേഖരൻ കാണുമ്പോൾ പിന്നെ അടുത്ത തോക്ക് വിക്രമിൻ്റെ നേരെയാണ് അയാൾ ഉതിർത്ത് നിൽക്കുന്നത്. അപ്പോഴേക്കും സേതു വേഗം ഒരു വടി എടുത്തിട്ട് ചന്ദ്രശേഖരൻ്റെ നേരെ എറിയാണ്. ആ സമയം തോക്ക് താഴെ വീഴാണ്. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ഓടി രക്ഷപ്പെടുകയാണ്. അന്നേരം വിക്രവും സേതുവും കൂടെ അനിയൻകുട്ടൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അനിയൻകുട്ടന് ജീവനുണ്ട്. അപ്പോൾ വിക്രം പറയും, എടാ ജീവനൊന്നും സംഭവിച്ചിട്ടില്ല, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. പിന്നെ വിക്രം നേരെ വേദയുടെ അടുത്തോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് വേദയെ ഇങ്ങനെ വിളിക്കുകയാണ്, വേദയെന്ന്. അങ്ങനെ വേദ ചെറുതായിട്ട് ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വേദയെ അവിടുന്ന് എണീപ്പിക്കുകയാണ്. എന്നിട്ട് വേഗം സേതുവിൻ്റെ ജീപ്പിലോട്ട് കയറ്റുകയാണ്. എന്നിട്ട് സേതുവിനോട് പറയും, നീ വേഗം പൊയ്ക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം പിന്നെ ഇവരെ തിരയാണ്. എന്നിട്ട് വിക്രം നേരെ താഴെ വീണ തോക്കെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ജോബി ആണെങ്കിലോ ആ കാഴ്ച കാണുന്നുണ്ട്. എന്നിട്ട് ജോബി വേഗം ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്, സാറേ ഞാൻ കണ്ണീർമലയുടെ മുകളിലാണ്, ആ വിക്രം ഉണ്ടല്ലോ ഒരാളെ കൊന്നു എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ആ വയ്യാത്ത ചെറുക്കനെ, ആ ചെറുക്കനെയാണ് കൊന്നത്. ഞാൻ കണ്ടതാ സാറേ, ഇപ്പം ഞാൻ കണ്ടതാണ്. 2 പേരുടെ പിന്നാലെ അവൻ പിറകെ പോയിട്ടുണ്ട്. എന്തായാലും അവരെ അവൻ കൊല്ലും സാറേ. സാർ എത്രയും പെട്ടെന്ന് പോലീസുകാരെയും കൂട്ടി വരണം, ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരനെ വിളിക്കുകയാണ് ജോബി. വിക്രം അവരെ തിരയുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കാണുന്നുണ്ട്. എന്നിട്ട് പുറകിലൂടെ വന്നിട്ട് ഒരു മരക്കഷ്ണം എടുത്തിട്ട് വിക്രമിൻ്റെ തലയ്ക്ക് അടിക്കുകയാണ്. ആ ഒരൊറ്റ അടിയിൽ തന്നെ വിക്രം താഴേക്ക് വീഴാണ് കേട്ടോ. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വീണ്ടും ശ്രീകാന്ത് വടിയെടുത്ത് അടിക്കാൻ പോകുന്ന കാഴ്ചയാണ് വിക്രം കാണുന്നത്. അങ്ങനെ വിക്രം പിന്നെ അത് തടഞ്ഞ് അവരെ ഇടിച്ചിടുകയാണ്. അവരായിട്ട് ഏറ്റുമുട്ടുന്നതിനിടയിൽ വിക്രമിനെ അവർ കിടത്തിയിട്ട് 2 പേരും കൂടെ ഇങ്ങനെ കൊല്ലിക്ക് പിടിച്ചിട്ട് പറയാണ്, നീ എന്താ കരുതിയത്? നിന്നെ മാത്രം അങ്ങ് ഒലത്തി കളയാനാണോ ഞങ്ങൾ വന്നത് എന്നാണോ നീ കരുതിയത്? നിങ്ങളെ 3 പേരെയും പരലോകത്തേക്ക് അയച്ചിട്ട് പോവാനാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ശ്രീകാന്ത് വിക്രമിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ 3 പേരും കൂടെ ഇങ്ങനെ വീണ്ടും ഏറ്റുമുട്ടാണ്. ആ ഏറ്റുമുട്ടുന്നതിൻ്റെ ഇടയിൽ വിക്രം ശ്രീകാന്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ തോക്ക് ശ്രീകാന്തിൻ്റെ നേരെ നീട്ടുകയാണ്. അന്നേരം ശ്രീകാന്താണെങ്കിലോ ആ തോക്ക് തൻ്റെ നേരെ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൈ തെന്നി മാറ്റുന്നതിനിടയിൽ ആ വെടി നേരെ ചെന്ന് വീഴുന്നത് ചന്ദ്രശേഖരൻ്റെ നെഞ്ഞത്തോട്ടാണ്. അന്നേരം ശ്രീകാന്ത് അച്ഛാന്നും വിളിച്ചുകൊണ്ട് കരയാണ്. വിക്രമാണെങ്കിലോ തൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിലായാൽ പോലും ഒരാളുടെ ജീവൻ എടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള അഭിപ്രായത്തിൽ വിക്രം അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ശ്രീകാന്തിൻ്റെ നേരെ വിക്രം തോക്ക് ചൂണ്ടുന്നതിനിടയിലായിരിക്കും പോലീസ് അവിടേക്ക് കടന്നു വരുന്നത്. പോലീസിനെ കണ്ടതും ശ്രീകാന്ത് സാറേ ഇവൻ എൻ്റെ അച്ഛനെ കൊന്നു സാറേ എന്നും പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറയാണ്.
അന്നേരം വിക്രം പറയും, സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ പോലീസ് പറയാണ്, അതൊക്കെ നീ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് പിന്നെ വിക്രത്തെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അന്നേരം വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. മേരി ചേച്ചി കൂടെ ഉണ്ട്. മേരി ചേച്ചി ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ ഇങ്ങനെ ഉണരുകയാണ്. അപ്പം മേരി ചേച്ചിയുടെ അടുത്ത് ചോദിക്കും, മേരി ചേച്ചി വിക്രം. അന്നേരം മേരി ചേച്ചി പറയും, മോൾ അനങ്ങാതെ കിടക്ക്, വിക്രം പെട്ടെന്ന് തന്നെ വരും. പിന്നെ ചോദിക്കും, അനിയൻകുട്ടനോ? ഇവിടെ ഉണ്ട്, മോള് റെസ്റ്റ് എടുത്തോ. പെട്ടെന്ന് വർഗീസ് അവിടേക്ക് കടന്നു വരികയാണ്. മേരി അച്ഛൻ വിളിക്കുന്നു എന്ന് പറയും. അപ്പം ഞാൻ വരാം മോളെ എന്ന് പറഞ്ഞിട്ട് മേരി പുറത്തോട്ട് പോവാണ്. പുറത്ത് അച്ഛനും സേതും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ അനിയൻകുട്ടൻ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവർക്ക് രക്ഷിക്കാനായിട്ടില്ല. അന്നേരം മേരിയെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, ആ കുട്ടി ബോധം വന്നു, തൽക്കാലം ആ കുട്ടിയെ ഒന്നും അറിയിക്കണ്ട, വിക്രം വരട്ടെ. എന്നിട്ട് അവർ അനിയൻകുട്ടൻ്റെ മുഖം ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയും, ഏത് മതമാണെങ്കിലും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും അവകാശി ഒരാൾ മാത്രമാണ്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അവരെല്ലാവരും കൂടെ അനിയൻകുട്ടൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് വേദയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ അടുത്ത് പറയാണ്, ഹസ്ബൻഡ് എവിടെ? വരും. അപ്പോൾ ഡോക്ടർ പറയും, തൽക്കാലം ഞാൻ സസ്പെൻസ് വയ്ക്കുന്നില്ല, രണ്ടുപേരുടെ അടുത്തും കൂടെ പറയേണ്ടതാണ്, കൺഗ്രാജുലേഷൻ. വേദ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് ഡോക്ടർ പറയുമ്പം വേദയ്ക്ക് സന്തോഷമാണോ കരച്ചിലാണോ എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ വേദ നിൽക്കുന്നതോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.